നമസ്കാരം. നമ്മൾ മറന്നിരുന്ന എൽസാത്രി വിഷയം വീണ്ടും വരുന്നു. സെയിൽ കമന്ററി ആരംഭിക്കുന്നു. എൽസാത്രി വിഷയം വരുന്നത് കോടതിയിലാണ്. നമ്മൾ അഖിലേന്ത്യയുടെ മോചനത്തോടുകൂടി നമ്മൾ തൽക്കാലം എൽസാത്രി വിഷയമൊക്കെ മറന്നിരിക്കുകയായിരുന്നു. പക്ഷെ നാളെ 17-ാം തീയതി ഈ വിഷയം വീണ്ടും കോടതിയിൽ വരികയാണ്. കോടതിയുടെ നടപടിക്രമങ്ങളുമായിട്ട് അത് മുന്നോട്ട് പോകുന്നു. അപ്പോ നമുക്ക് ഓർമ്മിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും താരതമ്യം ചെയ്യാനും പറ്റിയ ഒരു സംഭവം ഇക്കഴിഞ്ഞ ദിവസമുണ്ടായി. ഫീഡർ സൈസ് കണ്ടെയ്നർ ഷിപ്പ് സീലോയിഡ് ആർക്ക് സാങ് ഓഫ് ദ റിസോർട്ട് ഐലൻഡ് ഓഫ് പുക്കറ്റ്. നമുക്ക് ആ പേര് വളരെ പരിചയമുണ്ടല്ലോ. പുക്കറ്റ് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് തായ്ലൻഡിലെ റിസോർട്ടിന്റെ ഒക്കെ ഒരു കേന്ദ്രമാണ്. ആഫ്റ്റർ ടേക്കിംഗ് ഓൺ എ സിവിയർ ലിസ്റ്റ്. വളരെ സാമ്യമുള്ളതാണ്, നമ്മുടെ എൽസാത്രിയുമായിട്ട് വളരെ സാമ്യമുള്ളതാണ് ഈ അപകടം. ഏകദേശം ചെറിയ വെസലാണ്, തീരത്തിന് അടുത്താണ്, നമ്മളെക്കാൾ തീരത്തിന് അടുത്താണ് കപ്പൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ലിസ്റ്റ് പറഞ്ഞാൽ ചരിഞ്ഞ് വെള്ളമകത്തോട്ട് കയറി, ഇൻഗ്രഷൻ വെള്ളമകത്തോട്ട് കയറി കപ്പൽ ചരിയുകയും കണ്ടെയ്നർ മറിഞ്ഞു വീഴുകയും ചെയ്തു. ഡ്യൂറിംഗ് ദ സിങ്കിങ് അബൌട്ട് 200 കണ്ടെയ്നേഴ്സ് ഓൺ ബോർഡ് ദി 6500 ഡെഡ് വെയിറ്റ്. ഇപ്പോൾ താരതമ്യേന ചെറിയ കപ്പലാണ്. സീലോയിഡ് ആർക്ക് ഫെൽ ഇൻ ടു ദ സീ ആൻഡ് ബങ്കർ ഫ്യൂവൽ ലീക്ഡ്. നമ്മളെപ്പോലെ തന്നെ ആയിരിക്കാം. ആദ്യം ഇത് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരുന്ന ബങ്കർ ഫ്യൂവൽ ലീക്കായി. ഓൾദോ ദി എക്സാക്ട് വോളിയം ഇസ് നോട്ട് നോൺ. നമ്മളെപ്പോലെ തന്നെയാണ്, സിമിലർ ആയിട്ടുള്ള ഒരു അപകടവും ചെറിയൊരു കപ്പലുമാണ്. എൽസാത്രിയേക്കാൾ താരതമ്യേന ചെറിയ കപ്പലാണ്. അവരെന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ ഈ കേസ് വരുമ്പോൾ ലോകം മുഴുവൻ ഇത്തരം അപകടങ്ങളുണ്ട്. അപകടങ്ങളിൽ നമ്മൾ എടുക്കുന്നത് പോലെയാണോ അതാത് ഗവൺമെന്റുകൾ തീരുമാനമെടുത്തത്. എന്തായാലും ഇന്ന് വരെ ഒരു കപ്പലിനെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അവരുടെ സഹോദര കപ്പലുകളെ ഒന്നിനെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. At that time, the vessel was about 10 nautical mile. 12 nautical mile പ്രത്യേകത അറിയാമല്ലോ. നമ്മുടെ ടെറിട്ടോറിയൽ സോണാണ്. സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്ന 12 nautical mile അകത്ത്. ഇത് ഗ്ലോബലി അങ്ങനെ അംഗീകരിക്കപ്പെട്ടതാണ്. അപ്പൊ ഇത് 10 nautical mile ആണ്. അപ്പൊ നമ്മളെക്കാൾ കുറച്ചുകൂടെ കരയിലാണ് അപകടം നടന്നത്. നമ്മുടെ 14.5 nautical mile ആയിരുന്നു. 10 nautical mile ഫ്രം ദ തേർഡ് നേവൽ ഏരിയ കമാൻഡ് സ്പിയ. അവരുടെ നേവൽ ഉദ്യോഗസ്ഥർ, അവരുടെ നേവൽ നിയമം അനുസരിച്ചിട്ടുള്ള ആ പരിധിയിൽ പെടുന്ന സ്ഥലത്തിനകത്താണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. അവരുടെ നഷ്ടപരിഹാരം സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ പഠിക്കുമ്പോൾ തായ്ലൻഡ് നമ്മളെക്കാൾ മുമ്പിലാണ് കറൻസി വാല്യൂവിൽ. നമ്മൾ വിചാരിക്കുന്ന അവരൊക്കെ കൊച്ചു രാജ്യങ്ങളാണ്, നമ്മളെക്കാൾ താഴെ ആയിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. ഞാൻ കരുതിയിരുന്ന അങ്ങനെയാണ്, നമ്മുടെ ഈക്വലോ അല്ലെങ്കിൽ താഴെയോ ഒക്കെ ആയിരിക്കാം. പക്ഷെ വളരെ മുകളിലാണ് നമ്മളെക്കാൾ. നമ്മുടെ 1 രൂപ അവരുടെ ഒരു ഭട്ട് എന്നാണ്, ഭക്ട് BAHT എന്നാണ് അവരുടെ നാണയത്തിന്റെ, റുപ്പികയുടെ പേര്, കറൻസിയുടെ പേര്. ഒരു തായ് ബട്ട് അത് നമ്മുടെ ഇവിടെ 2 രൂപ 92 ആണ്. നമ്മുടെ 2 രൂപ 92 പൈസ കൊടുക്കുമ്പോഴാണ് ഒരു തായ്ലൻഡ് കറൻസി കിട്ടുന്നത്. അപ്പോൾ അത്രയും വാല്യൂ ഉണ്ട്. അവർ അത് കൂടുതലാണ് വാല്യൂ. അങ്ങനെയുള്ള ആ കറൻസി, എന്തുകൊണ്ടാണ് ഈ കറൻസിയുടെ കണക്കൊക്കെ പറയാൻ കാരണം, നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് അവര് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത് കണക്കുകൂട്ടി എടുക്കാനാണ് അത് പഠിച്ചത്. ദ കാരേജ് ഓഫ് ഗുഡ്സ് ബൈ സീ ആക്ട് BE 2534 അവരുടെ നിയമം, അവരുടെ ലോക്കൽ നിയമം അനുസരിച്ച് allows ship owners acting as carriers to limit their liability. പ്രധാനപ്പെട്ട കാര്യമാണ്. കടലിൽ ചരക്കുകൾ കൊണ്ടുപോകുന്ന കപ്പലുകൾ അപകടത്തിൽപ്പെടാം എന്നുള്ളതൊരു ലോക നിയമമാണ്. അങ്ങനെ അപകടത്തിൽപ്പെടുന്ന കപ്പലുകളെല്ലാം പിറ്റേ ദിവസം അറസ്റ്റ് ചെയ്ത് അകത്താക്കലല്ല വേണ്ടത്. അവരുടെ ലയബിലിറ്റി ലിമിറ്റ് ചെയ്യുന്ന നിയമം അവർ പാസാക്കി വെച്ചിട്ടുണ്ട്. അലൗസ് ഷിപ്പ് ഓണേഴ്സ് ആക്ടിംഗ് ആസ് കാരിയേഴ്സ് ടു ലിമിറ്റ് ദെയർ ലയബിലിറ്റി ടു TH തായ്ലൻഡ് ബട്ട് 10,000 പെർ കാരേജ്. 10,000 ബട്ട് ആണ് അവരുടെ കാരേജ് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. യൂണിറ്റ് ഓർ THB 30 പെർ kg. 1 കിലോയ്ക്ക് 30 തായ്ലൻഡ് കറൻസി.
ബട്ട് അല്ലെ, എനിക്കതാണ് ബട്ട് എന്നാണ് എന്റെ പ്രൊനൗൺസിയേഷൻ എന്ന് തോന്നുന്നു. അത് പെർ കെ ജി ഇൻ കേസസ് വേർ ദർ ഈസ് ലോസ് ഓർ ഡാമേജ് ടു ഗുഡ്സ്. സാധനമൊക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കേണ്ട ഒരു താരിഫ് എന്ന് പറയുന്നത് 1 കിലോയ്ക്ക് 30, അപ്പൊ ഏകദേശം 87 രൂപ 60 പൈസയാണ് 1 കിലോയ്ക്ക് നഷ്ടപരിഹാരമായിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് അവര്. അപ്പൊ ശരാശരി നമ്മൾ ഇപ്പൊ 200 കണ്ടെയ്നറാണ് വീണതെങ്കിൽ ഒരു കണ്ടെയ്നറിന്റെ നമ്മൾ മാക്സിമം നമ്മളിവിടെ കണ്ടിട്ടുള്ള 28 ടണ്ണാണ്. അങ്ങനെ 28 ടണ്ണാണെങ്കിൽ എത്ര നഷ്ടപരിഹാരം വരണമെന്നൊക്കെ കുറെ നേരമെടുത്ത്, എനിക്ക് കണക്കിൽ വലിയ പിടിയൊന്നുമില്ല, അങ്ങനെ ഹരിച്ചു ഗുണിച്ചൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു കണ്ടെയ്നറിന്റെ പരമാവധി നഷ്ടം 25 ലക്ഷം രൂപയാണ്. നമ്മുടെ രൂപയിൽ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ 25 ലക്ഷം രൂപയാണ്. അപ്പൊ 200 കണ്ടെയ്നറിന് 50 കോടി രൂപയാണ് കൊടുക്കേണ്ടത്. കപ്പൽ കമ്പനി കൊടുക്കേണ്ടത് 50 കോടി രൂപയാണ്. നമ്മുടെ ഇവിടെ എന്താണ് ചെയ്തത്? 600 കണ്ടെയ്നറാണ് എൽസ3 എന്ന് പോയതെങ്കിൽ 10,000 തയ്ച്ചില്ല, 9,900 എത്രയോ കോടിയാണ് ആവശ്യപ്പെട്ടത്. ആ കേസാണ് നാളെ ഹൈക്കോടതി വരുന്നത്. പക്ഷെ ലോകത്തിന്റെ മറ്റു ഭാഗത്ത് നടക്കുന്ന അപകടങ്ങളിൽ കേരളം കാണിച്ചതുപോലുള്ള ഒരു വങ്കത്തരവും മണ്ടത്തരവും വേറെ ആരും കാണിച്ചതായിട്ട് തെളിവില്ല. അപ്പൊ നമ്മൾ ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ആഗോള തലത്തിൽ നമ്മൾ വന്നെത്തി നിൽക്കുകയാണ്. 2 വർഷമായിട്ട് നമ്മൾ ആഗോള മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവിടെ എടുക്കുന്ന ഓരോ തീരുമാനവും ഒന്ന് ഉരച്ചു നോക്കണം. മറ്റുള്ളവരുമായിട്ടൊന്ന് ഉരച്ചു നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനം. അല്ലാതെ ചാടിക്കേറി 10,000 കോടി എന്നൊക്കെ പറഞ്ഞാൽ പറയാനും ആഗ്രഹിക്കാനും അവകാശപ്പെടാനും ഒക്കെ കൊള്ളാം, പക്ഷെ അതൊന്നും മെറ്റീരിയലൈസ് ചെയ്ത് കിട്ടണമെന്നില്ല എന്നുള്ളിടത്താണ് ആഗോള നിയമങ്ങൾ എത്തി നിൽക്കുന്നത്. അവിടെയാണ് എൽസ3യുടെ കേസ് വരുന്ന സാഹചര്യത്തിൽ ഈ സീ ലോയ്ഡ് ആർക്കിന്റെ കഥ നമ്മൾ മനസ്സിലാക്കേണ്ടത്.